അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റുള്ളവരും കൂടെ അനുഭവിക്കേണ്ടി വരുന്ന 10 ദുരിതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമായതു മുതൽ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. ഒരു കാരണവും കൂടാതെ നിസ്കാരം ഉപേക്ഷിക്കൽ ഹറാമാണ്. എന്നാൽ പലതരം ആളുകളുണ്ട്. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവർ, തീരെ നിസ്കരിക്കാത്തവർ, അതുപോലെ തന്നെ നിസ്കാരത്തിന് വലിയ വില നൽകാത്ത ആളുകൾ. തോന്നുമ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. അങ്ങനത്തെ ആളുകളും ഉണ്ടാകും. എന്നാൽ നിസ്കാരം പൂർണ്ണമായി നിലനിർത്തുന്ന ആളുകളും ഉണ്ടാകും. ഇസ്ലാമിന്റെ നിയമപ്രകാരം എല്ലാ ദിവസവും 5 വഖത്ത് കൃത്യമായി അദാ ആയിട്ട് തന്നെ മുടങ്ങാതെ നിർവഹിക്കൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നിസ്കാരം നിലനിർത്താത്ത ആളുകൾ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ ആളുകളും മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരുന്ന 10 ദുരിതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിലനിർത്തുന്ന, മരണം വരെ നിസ്കാരം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടെ അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാമത്തെ ദുരിതം തർക്കുസ്വലാത്തി സബബുൻ ലിസവാലിൽ ബറക്കത്തി ഫിൽ ബൈത്തി. ആ വീട്ടിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടാൻ അത് കാരണമാകും എന്നതാണ്. വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വീട്ടിൽ എല്ലാവർക്കും വരുമാനമുണ്ടെങ്കിലും നിസ്കരിക്കാത്ത ഒരാൾ ആ വീട്ടിൽ ഉള്ളത് കൊണ്ട് ആ വീട്ടിലെ ആ വരുമാനം കൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല. ബർക്കത്തില്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ഉമ്മയാവാം, അല്ലെങ്കിൽ ബാപ്പയാവാം, ഭാര്യയാവാം, ഭർത്താവാകാം, മക്കളാവാം. ആരാണോ നിസ്കരിക്കാത്തത് എന്നതല്ല പ്രശ്നം. നിസ്കരിക്കാത്ത വ്യക്തി ആ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ബർക്കത്തില്ലെങ്കിൽ എന്തുണ്ടാവും? ഉള്ള വരുമാനം കൊണ്ട് സന്തോഷിക്കാൻ കഴിയില്ല. ഉള്ള സമ്പത്ത് കൊണ്ട് ആ വീട്ടിൽ നല്ല ഭക്ഷണം അല്ലെങ്കിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും നിസ്കരിക്കുന്നവരായി മാറുക എന്നതാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഉള്ളതിലുള്ള വർധനവാണ്. എത്ര ഉണ്ടെങ്കിലും ബർക്കത്തില്ലെങ്കിൽ അതിൽ സന്തോഷിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, തർക്കുസ്വലാത്തി സബബുൻ ലിലീഖിൽ മഈശത്തി. നമസ്കാരം ഉപേക്ഷിക്കുന്നത് ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമെന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, എന്നെ മറക്കുന്ന ആളുകൾ, എന്നെ ഓർമ്മിക്കാത്ത ആളുകൾ. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിനെ ഓർമ്മിക്കലാണല്ലോ, റബ്ബിനോടുള്ള ഒരു സംഭാഷണമാണ്. എന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അവർക്ക് വല്ലാത്ത പ്രയാസമുള്ള ജീവിതമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാൻ. സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സന്തോഷമില്ല, ഭാര്യയെ കൊണ്ടൊരു സുഖമില്ല, മക്കളൊന്നും പറഞ്ഞതനുസരിക്കുന്നില്ല. എല്ലാണ്ട് വീട്ടിൽ വലിയ വീടുണ്ട്, വരുമാനമുണ്ട്, കാറുണ്ട്. പക്ഷേ എന്തോ ഒരു കാര്യം വീട്ടിലില്ല. അതെന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വീട്ടിലില്ലാത്തത് നിസ്കരിക്കുന്ന എല്ലാ ആളുകളുമാണ്. നിസ്കരിക്കാത്തൊരു വ്യക്തി വീട്ടിലുണ്ട്. അയാളൊന്ന് നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും തിരിച്ചു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, തർക്കുസ്വലാത്തി യുഅദ്ദി ഇലാ ഖസ്വത്തിൽ ഖുലൂബ്. എന്താണ്? കറുത്തിരുണ്ട ഹൃദയമായി മാറും, നല്ല കട്ടിയുള്ള ഹൃദയമായി മാറും. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ ആ നിസ്കരിക്കാത്തവന്റെ ഹൃദയം വലിയ പ്രയാസമുള്ള, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയാത്ത, കരുണയില്ലാത്ത ഒരു മനസ്സായിരിക്കും. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഭർത്താവ്, എപ്പോഴും ദേഷ്യപ്പെടുന്ന മക്കൾ, മനുഷ്യന്റെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയാത്ത ബാപ്പ. എന്താ കാരണം? അവരുടെ ജീവിതത്തിൽ നിസ്കാരം അവർ നിലനിർത്തുന്നില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് സുമ്മ ഖസത്ത് ഖുലൂബുക്കും, അവരുടെ ഹൃദയം കട്ടിയുള്ളതായി പോയി എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒരു മനുഷ്യൻ ആ വീട്ടിൽ നല്ല സ്വഭാവമില്ലാത്ത ആളുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും ആ ദുരിതം അനുഭവിക്കേണ്ടി വരും. ബാപ്പാന്റെ സ്വഭാവം മോശമാണെങ്കിൽ മക്കളും ഭാര്യയും മാതാപിതാക്കളും ആ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന മൂന്നാമത്തെ കാര്യമാണ് ഖസ്വത്തുൽ ഖുലൂബ്, ഒരു കരുണയില്ലാത്ത ഒരു മനുഷ്യന്റെ സാന്നിധ്യം. ഇനി നാലാമത്തെ കാര്യം, തർക്കുസ്വലാത്തി സബബുൻ ലിഇൻതിശാരിൽ മആസി ഫിൽ ബൈത്തി. നിസ്കാരം ഉപേക്ഷിക്കുന്നവർ വീട്ടിലുണ്ട് എങ്കിൽ ബാക്കിയുള്ളവർക്ക് പോലും തെറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണയുണ്ടാകും. കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്ന ആള് കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആളായിരിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ, നിസ്കാരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നിങ്ങളെ തടയും. നിസ്കരിക്കാത്ത ആളാണെങ്കിലോ
അയാൾ മദ്യപാനിയായിരിക്കും, അല്ലെങ്കിൽ അയാൾ വ്യഭിചാരിയായിരിക്കും, അല്ലെങ്കിൽ അയാൾ കുറ്റം പറയുന്നവനും ഒരു തമ്മാടിയുമായിരിക്കും. ഈ മനുഷ്യൻ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പോലും ഇയാൾ ചെയ്യുന്ന കുറ്റങ്ങളുടെ ആ ഒരു സാമീപ്യം, ഇയാൾ ചെയ്യുന്ന കുറ്റങ്ങളുടെ പരിണിതാവസ്ഥ ഇവരൊക്കെ നേരിടേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യം, തുർക്കു സ്വലാത്തി സബബുൻ ലിദഹാബി തുമഇനീനതി, ഒരു വീട്ടിലുള്ള സമാധാനം നഷ്ടപ്പെടാൻ നിസ്കാരം ഉപേക്ഷിക്കൽ കാരണമാകും. അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ മാത്രമേ, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പൊ ഇവിടെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർക്കൊക്കെ സമാധാനം നഷ്ടപ്പെടും, ഉറങ്ങാൻ കഴിയൂല, സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം നയിക്കാൻ കഴിയൂല, ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയൂല, എപ്പോഴും പ്രശ്നങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി ആറാമത്തെ കാര്യം, തർക്കു സ്വലാത്തി സബബുൻ ലിഫഖ്ദാനി ഹിഫ്ളില്ലാഹി തആല, അല്ലാഹുവിന്റെ സംരക്ഷണം ആ വീട്ടിൽ നിന്ന് ഇല്ലാതായി പോകും. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, വലിയ മാരക രോഗങ്ങളിൽ നിന്ന്. ഒരാൾക്ക് രോഗം വന്നാൽ എല്ലാവരും ആ ദുരിതം അനുഭവിക്കേണ്ടി വരും. ബാപ്പ രോഗിയായാൽ മക്കളും ഭാര്യയും മാതാപിതാക്കളും അനുഭവിക്കേണ്ടി വരും. മക്കൾ രോഗികളായാൽ മാതാപിതാക്കളും അനുഭവിക്കേണ്ടി വരും. എന്നാൽ നിസ്കാരമില്ലാത്ത ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഒക്കെ രോഗിയായിരിക്കും. എന്നിട്ട് എല്ലാവരും ആ ദുരിതം അനുഭവിക്കേണ്ടി വരും. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണതയിലാണ്, അവൻ അള്ളാഹുവിന്റെ സുരക്ഷയിലാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും നിസ്കരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും അള്ളാഹുവിന്റെ കാവലിലാണ്. ഇനി ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നാൽ, അല്ലെങ്കിൽ വലിയൊരു ചിലവുള്ള ഹോസ്പിറ്റൽ കേസ് വന്നാൽ എല്ലാവരും അത് അനുഭവിക്കേണ്ടി വരും. എല്ലാവർക്കും സാമ്പത്തിക നഷ്ടമുണ്ടാവും, എല്ലാവർക്കും സമാധാന നഷ്ടമുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കുക. ഇനി ഏഴാമത്തെ കാര്യം, തർക്കു സ്വലാത്തി സബബുൻ ലി ഖിലാഫാത്തിൽ ആഇലിയ്യ, എന്താണ്? നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് കുടുംബ കലഹങ്ങൾക്ക് കൂടുതൽ സാധ്യതകളാണ്. എപ്പോഴും ഭാര്യയും ഭർത്താവും തർക്കമാണ്, മാതാപിതാക്കളും മക്കളും തമ്മിൽ തർക്കമാണ്, ബാപ്പയും മകനും തമ്മിൽ തർക്കമാണ്. എന്താണ് കാരണം? ഇങ്ങനെ നിലക്കാത്ത എല്ലാ ദിവസവും കുടുംബ കലഹങ്ങളാണ്. എത്ര പ്രശ്നം പരിഹരിച്ചിട്ടും അത് അവസാനിക്കുന്നില്ല. ഇതിന്റെ കാരണം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ വീട്ടിൽ നിസ്കരിക്കാത്ത ആളായിരിക്കും. ഈ മനുഷ്യനുണ്ടാക്കുന്ന കലഹങ്ങൾ, ഈ മനുഷ്യനുണ്ടാക്കുന്ന കുടുംബ കലഹങ്ങൾ എല്ലാവരും അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. നിസ്കരിക്കാത്ത ഭർത്താവാണെങ്കിൽ ഭാര്യ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. നിസ്കരിക്കാത്ത ഭാര്യയാണെങ്കിൽ ഭർത്താവും മക്കളും അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ അവൻ എപ്പോഴും കലഹപ്രിയനായിരിക്കും. അയാളുണ്ടാക്കുന്ന കലഹങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ പാത്രീഭൂതരായിരിക്കും. ഇനി എട്ടാമത്തെ കാര്യം, തർക്കു സ്വലാത്തി സബബുൻ ലിദ്ദഅഫിൽ ഈമാൻ ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, കുഫറിന്റെയും അതുപോലെ തന്നെ ഷിർക്കിന്റെയും ഒരു നല്ല മനുഷ്യന്റെയും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിസ്കാരമാണ്. നിസ്കാരമാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർപ്പെടുത്തി നിൽക്കുന്നത്. നിസ്കാരമാണ് നമ്മെ ഒരു മനുഷ്യനാക്കുന്നത്. നിസ്കാരം ഉപേക്ഷിക്കുന്ന വീട്ടിൽ ഈമാൻ ഉണ്ടാവൂല, ഈമാനില്ലാത്ത മക്കള്. ഇനി ഒരു വാപ്പ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ ആ കുടുംബത്തിൽ വളർന്നു വരാനിരിക്കുന്ന മക്കളും ഈമാനില്ലാത്തവരാകും, ഭാര്യ ഈമാനില്ലാത്തവളായി മാറും. അപ്പൊ ഇയാൾ നിസ്കരിക്കാതെ ഇങ്ങനെ ഒരു താന്തോന്നി തരത്തോടുകൂടെ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവരും അതേ പാത പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അത് ആ കുടുംബത്തിന്റെ ഈമാനികമായ പ്രകാശത്തിന്റെ നാശത്തിലേക്ക് വഴിതെളിക്കും. ഇനി ഒമ്പതാമത്തെ കാര്യം, തർക്കു സ്വലാത്തി സബബുൻ ലിഹിർമാനി മിനൻ നൂർ, ഈമാനിന്റെ ഒരു പ്രകാശം, നിസ്കരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ആത്മീയ ചൈതന്യം ആ കുടുംബത്തിൽ ഇല്ലാതായി പോകുമെന്നുള്ളതാണ്. കുടുംബം മുഴുവൻ ഇരുട്ടിലായി പോകും. ബാപ്പാക്ക് മക്കളെ തിരിച്ചറിയാത്തൊരവസ്ഥ. എല്ലാവരും ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്, എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഒരു കുടുംബമാണ് എന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തയില്ല, മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുള്ള ചിന്തയില്ല. അങ്ങനെ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ അവര് തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കളാണ് എന്നുള്ള ആ ഒരു ചിന്ത ആർക്കും ഇല്ലാതായി പോകും. ഇനി പത്താമത്തെ കാര്യം, തർക്കു സ്വലാത്തി സബബുൻ ലിഹിർമാനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് വഞ്ചിക്കപ്പെടാൻ കാരണമാകും എന്നതാണ്. സ്വർഗമാണല്ലോ നമ്മളെല്ലാവരും നിസ്കാരം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ നിസ്കാരം
ലക്ഷ്യം വെക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കാരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിസ്കരിക്കാത്ത ആൾക്ക് സ്വർഗം കിട്ടൂല. നിസ്കരിക്കാത്ത ആള് ആ കുടുംബത്തിലുള്ള ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവരും ഈമാൻ നഷ്ടപ്പെടലും മറ്റുള്ള ദുരിതങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് അവർക്കും സ്വർഗം നഷ്ടപ്പെടാനുള്ള കാരണമാകും. നിസ്കരിക്കാത്ത വാപ്പുണ്ടെങ്കിൽ മക്കൾക്കും പിന്നീട് ആ വഴിയിലൂടെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഭാര്യ അങ്ങനെയാവും, ആ കുടുംബം അങ്ങനെയാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ സ്വർഗീയമായ ലോകത്തേക്ക് എത്തിപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടും എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിസ്കാരം ഖളാ ആക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാപ്പയാവട്ടെ, മക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, ആരാണെങ്കിലും അവർക്കൊക്കെ നിസ്കരിക്കാനുള്ള ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.